അങ്ങനെ ഫൈനലി ആപ്പിളിന്റെ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തവണ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്നും അതുപോലെ തന്നെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐഫോൺ എയർ എങ്ങനെയുണ്ടെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐഫോൺ 17 തുടങ്ങാം. കുറേ കാലമായിട്ടുള്ള എല്ലാവരും ഒരു കളിയാക്കുന്ന വിഷയമായിരുന്നു ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് പോലും നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള കാര്യം. എന്നാൽ അത് അവസാനം ആപ്പിൾ സോൾവ് ചെയ്തിരിക്കുകയാണ്. ഈ തവണ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതും ചുമ്മാ 120 ഹെർട്സ് അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ഉള്ള 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ റൂമേഴ്സ് ഇറക്കിയവർ പോലും വരുമെന്ന് പ്രതീക്ഷിക്കാത്ത ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും സെറാമിക് കോട്ടിങ്ങും ആൻഡ് റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് ഉൾപ്പെടെ ഈ സാധനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ക്രീനിന്റെ സൈസ് 6.1 നിന്ന് 6.3 ആയിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് 2000 നിറ്റ്സിൽ നിന്ന് 3000 നിറ്റ്സിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ A90 പുതിയ പ്രൊസസർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പ്രൊസസറിനെക്കാട്ടും 20% പവർ ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ചേഞ്ച് വന്നിരിക്കുന്ന ക്യാമറ ഡിപ്പാർട്ട്മെന്റിലാണ്. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ട് ക്യാമറയിൽ എല്ലാവരും വിചാരിച്ചത് 24 MB ക്യാമറ വരുമെന്നൊക്കെയാണ്. പക്ഷേ 24 MB ക്യാമറ ഒന്നും വന്നില്ല. അതിന് പകരം ഒരു 18 MB ക്യാമറയാണ് വന്നിരിക്കുന്നത്. അതിനവർ വിളിക്കുന്നത് സെൻട്രൽ സ്റ്റേജ് ക്യാമറ എന്നാണ്. അവരെ വിളിക്കാനും കാരണമുണ്ട്. സാധാരണ ക്യാമറ പോലെയല്ല, ഇതിന് കുറേ കിടിലൻ ഫീച്ചേഴ്സ് ഉണ്ട്. സാധാരണ നമ്മളൊരു പോർട്രേറ്റ് സെൽഫി എടുക്കണമെങ്കിൽ പോർട്രേറ്റ് ആയിട്ട് ഫോൺ പിടിക്കണം. തന്നെ ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് ആയിട്ട് പിടിക്കണം. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പോർട്രേറ്റ് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എല്ലാം എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആൾക്കാർ കൂടുതലാണ്, എല്ലാവരും പോർട്രേറ്റ് മോഡിൽ കൊള്ളുന്നില്ലെങ്കിൽ AI ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് ലാൻഡ്സ്കേപ്പ് സെൽഫിയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ സഹായിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലത്തെ ഒരു സെൻസർ അല്ല വന്നിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു 4:3 സെൻസറാണ്. എന്നാൽ ഈ തവണ വന്നിരിക്കുന്ന ഒരു സ്ക്വയർ സെൻസറാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ സെൻസറിനെക്കാട്ടും വലിയൊരു സെൻസറാണ്. അതുകൊണ്ടാണ് ഇത്രയും കിടിലൻ ഫീച്ചേഴ്സ് ഒക്കെ ചെയ്യുന്നത്. ഇത് എനിക്ക് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ആൻഡ്രോയിഡ് ഫോണുകളും ഇതൊന്ന് അഡാപ്റ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി ബാക്ക് ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ക്യാമറ അവർ 48 MB ക്യാമറ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ക്യാമറ തന്നെയാണ് അവർ 2x അൾട്രാ വൈഡിനും വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന് അവർ ഫ്യൂഷൻ ക്യാമറ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതിന് തരുന്നുണ്ട്. സംഭവം എനിക്ക് തോന്നുന്നത് ഡിജിറ്റൽ സൂം തന്നെയായിരിക്കും എന്നാണ്. അത് തന്നെ അൾട്രാ വൈഡ് ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്രോ ഫോട്ടോസുകളും എടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെക്കാട്ടും 8 മണിക്കൂർ കൂടുതൽ പ്ലേ ടൈം കിട്ടുമെന്നും അതുപോലെ തന്നെ 50% 20 മിനിറ്റിനുള്ളിൽ ചാർജ് ആവുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പിന്നെ ഇവർക്ക് തുറന്ന് എത്ര MAH ആണ് എത്ര വോൾട്ടിന്റെ ചാർജർ ആണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് തള്ളി വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ 256 വേരിയന്റ് ആണ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. എന്റെ വില എന്ന് പറഞ്ഞാൽ 83,000 രൂപയാണ്. കഴിഞ്ഞ തവണ 80,000 രൂപയായിരുന്നു, പക്ഷെ അത് 128 വേരിയന്റ്. ഇനി അടുത്തതായിട്ട് ഇത്തവണ പുതിയതായിട്ട് വന്ന ഐഫോൺ എയറിന്റെ സ്പെക്സ് നോക്കാം. ഇതിൽ വന്നിരിക്കുന്ന ഒരു 6.5 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെയുള്ള സെറാമിക് കോട്ടിംഗ് ഒക്കെയുള്ള സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. പിന്നെ ഒരു ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേരിയന്റിൽ സെറാമിക് ഷീൽഡ് ബാക്കിലും ഫ്രണ്ടിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 5.6 mm ആണ്. അതുപോലെ തന്നെ ഇതിൽ ടൈറ്റാനിയത്തിന്റെ ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. ഒരു പോളിഷ്ഡ് ടൈറ്റാനിയം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിൽ ഈ സിം സപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഉൾപ്പെടെ. അതുകൊണ്ട് ഇന്ത്യയിലത്തെ എത്രത്തോളം വിറ്റുമെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അതേപോലെ തന്നെ ഒറ്റ സിംഗിൾ സ്പീക്കർ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതൊന്നും ഇവന്റിൽ പറഞ്ഞിട്ടില്ല, എല്ലാം യൂട്യൂബേഴ്സിന്റെ ഗസ്സാണ്. കാരണം അവർ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമല്ലോ. ഇനി ഇതിന്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ പ്രോ വേരിയൻസിലുള്ള A90 പ്രോ എന്ന പ്രൊസസ്സർ തന്നെയാണ്. പക്ഷെ അതിന്റെ അത്ര പെർഫോമൻസ് കിട്ടൂല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ മറ്റേ വേപ്പർ കൂളിംഗ് സെറ്റപ്പ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഈ സാധനം ചൂടാവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഇവരെ പവർ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരെ തന്നെ സ്വന്തം മോഡവും ഇതിന്റെ വൈഫൈയും എല്ലാ സെറ്റപ്പ് ഒക്കെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ദിവസം കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ അവർ ഞങ്ങൾ ഇതിന് വേണ്ടി ഒരു മാക്സേഫ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഇത് നിങ്ങൾക്ക് മേടിക്കുക കേട്ടോ എന്നുള്ളൊരു ഡയലോഗിലൊക്കെയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇതിന്റെ ബാറ്ററി എത്ര മണിക്കൂർ പ്ലേ ടൈം കിട്ടും എന്നുള്ളത് കാണിച്ചത് പോലും മാക്സേഫും കൂടി കൂട്ടിയിട്ടുള്ളൊരു സംഭവമാണ്. മിക്കവാറും ഇവർ പറയുന്ന പോലെ ഒരു ദിവസം ഒന്നും ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അതേപോലെ തന്നെ ഇതിന് ഭയങ്കര ഡ്യൂറബിലിറ്റി ഉണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. മുട്ട എണ്ണ പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഡ്യൂറബിലിറ്റി ഉണ്ട് എന്നുള്ള കേസ്. ഇനി ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ നോർമൽ ക്യാമറയുള്ള അതേ ക്യാമറ തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ വന്നിരിക്കുന്ന ഒരു 48 MB ഒരു സിംഗിൾ ക്യാമറയാണ്. ഇത് വെച്ചിട്ട് ടെലിഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ് അവർ പറയുന്നത്. സംഭവം വെച്ചത് ഡിജിറ്റൽ സൂം തന്നെയായിരിക്കും, അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണും. ഇനി എയർ വേരിയന്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ 1,20,000 രൂപയാണ്. ഞാനൊരു 1,00,000 രൂപേൻ്റെ അടുത്തൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത്രയൊന്നും കൂടുതലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എനിക്കും നല്ല ഡൗട്ട് ഉണ്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് ആൾക്കാർ എടുക്കുന്നു. കാരണം ഒരു ക്യാമറയാണ് ആകെ ഉള്ളത്. ഒരു ക്യാമറ ഉള്ള ഫോണിന് 1,20,000 രൂപ. എൻ്റെ ആപ്പിളെ സമ്മതിച്ചേ പറ്റൂ. ഇനി അടുത്തതായിട്ട് പ്രോയും പ്രോ മാക്സ് വേരിയൻസിലുള്ള ചേഞ്ചസ് എന്ന് നോക്കാം. നിങ്ങൾ ഫോട്ടോസൊക്കെ കണ്ട പോലെ തന്നെ ക്യാമറേൻ്റെ ഡിസൈൻ ചേഞ്ച് ആയിട്ടുണ്ട്. എല്ലാവരും കളിയാക്കുന്ന പോലെ പോക്കോൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ടൈറ്റാനിയം സ്വിച്ച് ചെയ്ത് വീണ്ടും ഒരു അലുമിനിയത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതിനൊരു കാരണമായിട്ട് പറയുന്നത് ഹീറ്റിന്റെ പുറത്തു വിടുന്ന കേസിൽ ഇവന്മാരാണ് കേമൻ, അതുകൊണ്ടാണ് ഞങ്ങളിത് ചൂസ് ചെയ്തത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ റൂമേഴ്സിലൊക്കെ പറഞ്ഞ പോലെ മാക്സേഫിന്റെ ആ ഏരിയ മാത്രം ഗ്ലാസും ബാക്കിയുള്ള ഏരിയ മൊത്തം അലുമിനിയത്തിന്റെ കോട്ടിംഗ് ആണ്. അതുപോലെ തന്നെ രണ്ട് സൈഡും സെറാമിക് ഷീൽഡ് 2ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആന്റി റിഫ്ലക്റ്റിംഗ് കോട്ടിങ്ങും ഈ സാധനത്തിലുണ്ട്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിലുള്ള 3 ക്യാമറയും 48 MB ക്യാമറ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 18 MB ക്യാമറയൊക്കെ തന്നെയാണ്. ഇനി ഇതിന്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ A90 പ്രോന്റെ പ്രൊസസ്സറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തവണ പുതുതായിട്ട് വേപ്പർ കൂളിംഗിന്റെ സെറ്റപ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോന്റെ പ്രോ മാക്സിന്റെ
വില നോക്കുകയാണെങ്കിൽ പ്രോയ്ക്ക് 1,35,000, പ്രോ മാക്സിന് 1,50,000 രൂപയാണ് വില എന്ന് പറയുന്നത്. രണ്ടും 256 GB വേരിയന്റ് ആണ്. അതേപോലെ തന്നെ പ്രോ മാക്സിൽ 2 TBന്റെ വേരിയന്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വാച്ചും എയർപോഡ്സിന്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ എയർപോഡ്സ് പ്രോയിൽ കുറെ ഫീച്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഒന്ന് AI ട്രാൻസ്ലേഷന്റെ കേസാണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു നാട്ടിൽ അറിയാത്ത സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് എയർപോഡ്സ് ക്യാച്ച് ചെയ്ത് നിങ്ങൾക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അതേപോലെ തന്നെ നിങ്ങൾ പറയുന്നത് എയർപോഡ്സ് കേട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഫോണിൽ കാണിച്ചു തരും. അതുപോലെ തന്നെ 2 പേർ എയർപോഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 ഭാഷ സംസാരിക്കുന്നവർ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെയാണ് അവർ തള്ളുന്നത്. അവർ AI ആയതുകൊണ്ട് കണ്ടറിയാം. അതേപോലെ തന്നെ എയർപോഡ്സ് ഉപയോഗിച്ച് തന്നെ ഹെഡ് ബീറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ 26,000 രൂപയാണ് വന്നിരിക്കുന്നത്. ഇനി ആപ്പിൾ വാച്ചിന്റെ 11ന്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ അല്ലെങ്കിൽ പുതിയൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഒന്ന് 5G, പിന്നെ ഹൈപ്പർ ടെൻഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ സ്ലീപ്പിന്റെ ക്വാളിറ്റി ട്രാക്ക് ചെയ്യുന്ന ഒരു കുന്ത്രാണ്ടും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ 47,000 രൂപയാണ് വന്നിരിക്കുന്നത്. ഇനി ആപ്പിൾ വാച്ച് SE3ന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. പിന്നെ 5G ഉണ്ട്. ഇനി ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ 26,000 രൂപയാണ് വന്നിരിക്കുന്നത്. ഇനി വാച്ച് അൾട്രേന്റെ കേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് പുതിയ ഫീച്ചറായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ സാറ്റലൈറ്റ് കണക്ടിവിറ്റി SOS അയക്കുക എന്ന കേസ്. പക്ഷെ അത് ഇന്ത്യയിൽ കിട്ടൂല, അതുകൊണ്ട് വലിയ ഗുണമില്ല. ഇനി ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ 90,000 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിൾ ഇവന്റ്സിൽ നടന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.